it has been decided that Shri V.D. Satishan be appointed as the leader of the CMP. കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രി ആരെന്ന നീണ്ട ചർച്ചകൾക്കും അനിശ്ചിതത്വങ്ങൾക്കും തെരുവ് യുദ്ധങ്ങൾക്കും ഇതോടെ വിരാമമാവുകയാണ്. സംസ്ഥാനത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയായി വി ഡി സതീശനെ കോൺഗ്രസ് ഹൈക്കമാൻഡ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ നിയമസഭയ്ക്കകത്തും പുറത്തും സതീശൻ നടത്തിയ പോരാട്ടങ്ങൾ ചില്ലറയല്ല. അതിനൊക്കെയും ഹൈക്കമാൻഡിന്റെ പ്രത്യേക പ്രശംസ പിടിച്ചുപറ്റിയിരുന്നു. കൃത്യമായ കണക്കുകളും വസ്തുതകളും നിരത്തി സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന വിഡിയുടെ തന്ത്രങ്ങൾക്ക് വലിയ സ്വീകാര്യത ലഭിച്ചതിന് തെളിവാണ് മുഖ്യമന്ത്രി പദം. മുഖ്യമന്ത്രി ആര് തീരുമാനിക്കുമെന്ന ചോദ്യത്തിന് മുന്നിൽ ആകെ ഒരു പ്രതിസന്ധി ഉണ്ടായിരുന്നത് സംസ്ഥാന കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾക്കിടയിൽ സമവായമുണ്ടാക്കുക എന്നതായിരുന്നു. ഈ വലിയ ദൗത്യമാണ് ഹൈക്കമാൻഡ് പ്രതിനിധികൾ 11 ദിവസത്തെ മാരത്തോൺ ചർച്ചകൾക്കൊടുവിൽ പ്രഖ്യാപിച്ചത്. കേരളത്തിലെ കോൺഗ്രസിനെ സെമി കേഡർ രൂപത്തിലേക്ക് മാറ്റാനുള്ള സതീശന്റെ ശ്രമങ്ങളും താഴെത്തട്ടിലുള്ള അണികളുടെ ആവേശവും പരിഗണിച്ചപ്പോൾ ഹൈക്കമാൻഡിന് മറ്റ് ചിന്തകൾ ഉണ്ടായിരുന്നില്ലെന്ന് വേണം കരുതാൻ. കേരളത്തിന്റെ ഭാവി വി ഡി സതീശന്റെ കൈകളിൽ സുരക്ഷിതമായിരിക്കുമെന്ന് ഹൈക്കമാൻഡ് പ്രത്യാശ പ്രകടിപ്പിച്ചു. ഇതിന് പിന്നാലെയാണ് മുഖ്യമന്ത്രിയായി സതീശനെ പ്രഖ്യാപിച്ചത്. ഇന്നും ഇന്നലെയും ഒന്നും തുടങ്ങി നിന്ന് LDFിലെ പി രാജുവിനെ 7792 വോട്ടിന് പരാജയപ്പെടുത്തി ആദ്യമായി നിയമസഭയിലെത്തി. 2006, 2011, 2016, 2021 വർഷങ്ങളിൽ പറവൂരിലെ ജനങ്ങൾ അദ്ദേഹത്തെ വീണ്ടും സഭയിലേക്ക് അയച്ചു. 2021 നടന്ന പൊതു തെരഞ്ഞെടുപ്പിൽ CPM തുടർ ഭരണം നേടിയതിനെ തുടർന്ന് കോൺഗ്രസിൽ തലമുറ മാറ്റമെന്ന നിലയിൽ സതീശനെ പ്രതിപക്ഷ നേതാവായി തെരഞ്ഞെടുത്തു. പിന്നീട് അങ്ങോട്ട് നിയമസഭയ്ക്കകത്തും പുറത്തും അദ്ദേഹത്തിന്റെ നീക്കങ്ങളും നിലപാടുകളും കോൺഗ്രസിനും UDFിനും കരുത്തു പകർന്നു. സംസ്ഥാനത്ത് പിന്നീട് നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ ചേലക്കര ഒഴികെ മറ്റിടങ്ങളിൽ UDF വിജയിച്ചു കയറി. 2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും മികച്ച വിജയം നേടിയ മുന്നണി ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലും അത് ആവർത്തിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 100 സീറ്റിൽ UDF വിജയിക്കുമെന്ന് പറഞ്ഞ സതീശന്റെ പ്രവചനം അനർത്ഥമാക്കി 102 സീറ്റിൽ UDF വിജയിച്ചു കയറി. 20,600 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ പറവൂരിൽ നിന്ന് വീണ്ടും MLA ആയി തിരഞ്ഞെടുക്കപ്പെട്ടു. കൃത്യമായ ഗൃഹപാഠം ചെയ്തുകൊണ്ടുള്ള അവതരണങ്ങളും ഭരണപക്ഷത്തെ വിറപ്പിക്കുന്ന വാദമുഖങ്ങളും കൊണ്ട് അദ്ദേഹം കേരള രാഷ്ട്രീയത്തിൽ തന്റേതായ ഒരിടം ഇതിനോടകം അടയാളപ്പെടുത്തിയിട്ടുണ്ട്. പറവൂരിലെ ഒരു സാധാരണ കുടുംബത്തിൽ നിന്നും കേരളത്തിന്റെ മുഖ്യമന്ത്രി പദത്തിലേക്കുള്ള അദ്ദേഹത്തിന്റെ വളർച്ച ഏതൊരു രാഷ്ട്രീയ പ്രവർത്തകനും വലിയൊരു പാഠപുസ്തകമാണ്. വിശദമായ വാർത്തകൾക്കും വീഡിയോകൾക്കും ETV ഭാരത് സന്ദർശിക്കുക.